നമ്മൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ റൂമിലേക്ക് പോകണം ഗൈസ്. കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂം നമ്പർ 219 വരുന്നുണ്ടായിരുന്നു. നല്ല ഐസോൺ ഹോം സ്റ്റേ ഒക്കെ പോലെ. ചായ കുടിക്കാം, ചായ കുടിക്കാം. ചായ 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 ഇതാരാ ഇതാരാ ഇതാരാ? ആ ചായ അല്ല വെള്ളം. അതൊന്നും പൊളിക്കല്ലേ. നമുക്ക് ബാത്റൂം എക്സ്പ്ലോർ ചെയ്യും. ഫോണൊക്കെ ഉണ്ടോ ഇവിടെ ഇരുന്നും? ഫോൺ ഇതെന്തിനാ? ഇവിടുത്തെ വെള്ളം കുടിക്കാനോ? ഇവിടെ ഇവിടെ ഇരുന്നാ തണുത്തിരിക്കാൻ ഞാൻ അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. വയ്യേ. ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ പാതിരാത്രി വ്ലോഗ്. നമ്മളിന്ന് ഏത് നാട്ടിലേക്കാണ് പോണേ? കോയമ്പത്തൂർ മാപ്പിളേനെ കാണാൻ പോണു ഗൈസ്. ഞങ്ങള് കോയമ്പത്തൂർ പോണ് രാത്രി. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞു. ഞങ്ങളിപ്പൊ നിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാടായ അടിമാലിലാണ്. അല്ലേ അല്ലേ അല്ലേ? അപ്പൊ ഞങ്ങള് നടുറോട്ട് എന്നാണ് വ്ലോഗ് എടുക്കുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മനസ്സിലായോ അല്ലേ? നമുക്ക് നമ്മളെ കൊച്ചി വ്ലോഗ് ചെയ്തതിന്റെ, നൈറ്റ് ലൈഫ് വ്ലോഗ് ചെയ്തതിന്റെ ഒരു ഇതിലാണ് അത് ചെയ്യാ. അത് കണ്ടോളൊക്കെ. കൊച്ചി വ്ലോഗ് എപ്പോ വരുന്നോ എങ്ങനെ വരുന്നോ ഞങ്ങൾക്ക് അറിയില്ല. കാരണം കൊറേ സാധനം ഇടാനുണ്ട്. അതൊക്കെ ഇട്ടിട്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മതി. കുറെ എടുത്തു വെക്കണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനും ഇടാനും സമയമില്ല. അത് വിഷയമില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പം 9 മണി 9:30 ആയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇനി ഇവിടുന്ന് 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 238 48 അങ്ങനെ ഉണ്ട്. ഞങ്ങൾ എറണാകുളം ചെന്ന് മറയൂർ വഴി പോണില്ല. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെ എല്ലാ ജില്ലകളും വഴിയാണ് കവർ ചെയ്താ പോണേ. അല്ലേ? ഓക്കെ. പുള്ളി എല്ലാ ജില്ല കണ്ടില്ല, അപ്പൊ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിന്ന് തമിഴ്നാടിന്റെ മണ്ണിലേക്കാണ് ഞങ്ങൾ പോകാൻ പോണേ. ഞങ്ങൾക്ക് അവിടെ ഞങ്ങക്ക് കുറച്ച് തമിഴ്നാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഞങ്ങൾക്കിപ്പോ തമിഴ്നാട്ടില് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം കിട്ടിയതാ. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് പോണ വഴിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ നമ്മള് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ബായ് ദ ബായ്. ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മളെന്തായാലും കാറിലേക്ക് പോകാം. ആ വണ്ടിയുടെ പിള്ളേരുടെ പേര് എഴുതിച്ചിട്ടുണ്ട്. അതിൽ എന്റെ പേരുണ്ട്. ഓ, ഇത്ര വഴി മാപ്പ് നോക്കുവാണ് പുള്ളി ഇരുന്ന്. അടി വ്ളോഗാ. നമ്മള് വാളറ വെള്ളച്ചാട്ടം കഴിഞ്ഞു. നേരിമംഗലം കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അല്ലേ? ഫ്ലാഷ് ഓൺ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ നമ്മള് പാലക്കാട് നടക്കുന്നുണ്ട്. പാലക്കാട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പേര് പറയണില്ല. ഇറക്കം പറഞ്ഞ വീട്ടിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പേരൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞ അത് കട്ടിയുടെ ബ്യൂട്ടി വേണ്ട നീ പറയേണ്ടത്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്താന്ന് ചോദിക്കും. മ്യൂട്ട് ചെയ്ത് നമ്മള് കേൾപ്പിച്ചു കൊടുക്കേണ്ടി വരും ചിലരെയൊക്കെ. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി മുതിരുന്നില്ല എന്നൊക്കെ. എന്താ ജലദോഷം? ഓ, അത് ശരി. എന്നെ നോവേ പേരൊക്കെ കാണാടാ. കാടാണ്. അപ്പൊ ഞങ്ങള് എവിടെയും എത്തിയിട്ട് ആലുവ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ നേരം വരാം. നമ്മള് ചാലക്കുടി വന്നിരിക്കുന്നു ഫുഡ് കഴിക്കാനായിട്ട്. നിർത്തി. ഇപ്പൊ സമയം 11:20. ഇനിയുണ്ട് നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റ് കൂടെ. അപ്പൊ ഞങ്ങള് ചാലക്കുടി ആദ്യമായിട്ട് കാണുന്നു. ഞാനിനിയിപ്പം ഇത്ര നേരം ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ ഇവന്റെ ഒറ്റ ആള് കാരണം ഞാൻ ഇത്ര നേരം വിശന്നിരുന്നേ. ഞാൻ കഴിച്ചാണ്. ഇവൻ കഴിച്ചിട്ട് വണ്ടി കയറി ഇരിക്കുക. എന്നിട്ട് ഞാൻ വിശക്കുമ്പോ പറഞ്ഞേരെ നിർത്താന്ന് പറഞ്ഞ് ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞു. പുള്ളി പറയണില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയാത്ത നിന്നോട് പറഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ഒരു കട കണ്ടില്ല. പിന്നെ ഞാൻ എന്താ കാണിച്ചാ പറയട്ടെ, ഇല്ലാത്ത ഉണ്ടെന്ന് പറയണം. അത് സിറ്റി എന്നിട്ട് ഇല്ലാത്തവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ആയിരിക്കുന്നത്. പിന്നെ ഞാൻ സിറ്റി തീരുന്നതിന് ഇപ്പഴ കഴിക്കാൻ ഞാൻ ഓർത്ത. ഇനിയിപ്പോ ഇവിടെ ഒരു കട കണ്ടുപിടിച്ചു. അയ്യോ,
കഴിച്ചിട്ട് ബൈ ബൈ. അല്ല നമ്മളിവിടെ പാലക്കാട് എത്താൻ പോണു. ഇനി വെറും ഡ്രൈവ് ഉണ്ടെന്നൊക്കെ 30 കിലോമീറ്ററോടെ പാലക്കാട്. അയ്യോ എന്താ സൗണ്ട്? എല്ലാം ഒടിഞ്ഞു. നമ്മൾ ടോൾ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അല്ലേ 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 എന്ത് സൗണ്ട് കേൾക്കണേ? ഓക്കെ, ഞങ്ങൾ എങ്ങനെ ടോൾ വെട്ടിക്കാമെന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ. നേരെ സ്റ്റേഷനിലോട്ടാണ്. അപ്പൊ ഈ ബസ്, ഇത് വലിയ ബസ്സൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര താമസം കഴിച്ചു. പിന്നെ ഇനിയുണ്ട് ഞങ്ങൾക്ക് 134 കിലോമീറ്ററോടെ അല്ലേ? അതെ. അയ്യോ, നിന്നെ കളിയാക്കിയതല്ലാതെ. ഇനി സമയം എന്തായി? 12:21 2:55 3 മണിക്ക് ഞങ്ങൾ റൂമിലെത്തും. പിന്നെ ഇതെന്തിനാ പോണേന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. സർപ്രൈസ് അല്ല, പ്രൊഫഷന്റെ ഭാഗമാണ്. അതെ അതെ, ഞങ്ങൾ അത് ഇതിൽ മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ടിരുന്ന, പക്ഷെ മിക്സ് ചെയ്യാണ്ടിരുന്നാല് മിക്സ് ചെയ്യേണ്ടി വരും ചില ടൈമിൽ. ചോദിക്കണം അത് ഇവരോടാട്ടോ എനിക്കറിയില്ല. അത് ഇതിലല്ല, പുള്ളി അതിന് വേണ്ടി അല്ലല്ല, അത് ഇതിൽ മിക്സ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആ ഒരു സീരിയസ്നെസ് അതുകൊണ്ടാണ്. പിന്നെ പക്ഷെ ഇപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടാൻ കണ്ടന്റില്ല, കാരണം നമ്മളിപ്പോ കൊച്ചിയിലല്ല നിൽക്കുന്നത്. കൊച്ചി ടു ഇടുക്കിയിലായിരുന്നു നമുക്ക് മെയിൻ കണ്ടന്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി പാർട്ട് 2 വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇന്ന് കോയമ്പത്തൂർ പോയി, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നാളെ മീറ്റ് എല്ലാം പറഞ്ഞു. അത് പറയില്ല. വണ്ണസ് ഉണ്ട്, വണ്ണസ് ട്രാവൽസ്. മതി എന്നൊക്കെ പ്രൊമോഷൻ മതി. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ടോൾ കൊടുക്കട്ടെ. നിർത്തട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും, ഇതെന്താ ഇവിടെ ഇത്ര സ്റ്റോപ്പ്? ഓക്കെ, നമ്മൾ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. വടക്കഞ്ചേരിയോ? അല്ല, നമ്മൾ പറഞ്ഞ സ്ഥലമൊക്കെ മാറിപ്പോയി. അത് വിഷയമില്ല, നിങ്ങൾക്ക് എന്തായാലും സ്ഥലം കണ്ടുപിടിച്ച് വരാനൊന്നും പോണില്ലല്ലോ. അല്ല, ഞാൻ ബോർഡ് കണ്ടപ്പോഴാണ്, ഞാൻ ഉദ്ദേശിച്ച സ്ഥലമൊന്നും എത്തിയിട്ടില്ല. കുറച്ചും കൂടി എത്താനുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 2 ദിവസം കൊച്ചിയിലുണ്ടാവും. പക്ഷേ ഞങ്ങൾ കൊച്ചി ലൈഫ് നിർത്തിയതാണ്, കൊച്ചിയിലുള്ള സ്റ്റേ ഒക്കെ നിർത്തിയെങ്കിലും 2 ദിവസം അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോണേ. അപ്പം ഈ ഒരൊറ്റ പോക്കിൽ നമുക്ക് എത്ര വ്ളോഗ് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. ഇപ്പോൾ നമ്മൾ കറൻ്റ് നമ്മുടെ വ്ളോഗിൻ്റെ പോകുന്ന സ്റ്റൈൽ ഞാൻ പറയാം. എടുക്കുമ്പോൾ 2-3 വ്ളോഗ് ഒരുമിച്ചെടുക്കും, പിന്നെ അത് എപ്പോഴേലൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തിടും. അതാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു വ്ളോഗ് തീർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതെല്ലാം എടുക്കണേ. അത് നമ്മുടെ മറ്റേ കാർ സർവീസിന്റെ വ്ളോഗ് അതേപോലെ ആയിരുന്നു. ഒരു ദിവസം തന്നെ 3 വ്ളോഗ്. പക്ഷെ അതിൽ ഒരെണ്ണം മൊത്തം അലമ്പായി പോയി. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗായിരുന്നു അലമ്പായി പോയി. അതിന് സൗണ്ട് ഇല്ലാണ്ടായി. നമ്മുടെ പ്രശ്നമല്ല, പിന്നെ ആരുടെ പ്രശ്നമാണ്? എന്താ പ്രശ്നമാണത്? നമ്മുടെ പ്രശ്നമല്ലെന്ന്. അപ്പം ഞങ്ങളിപ്പോ തന്നെ പാലക്കാട് എത്തും. അത് കഴിഞ്ഞിട്ടൊന്ന് ചെന്നിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. മടുത്തു ഗൈസ്. ഇന്ന് രാവിലെ തൊട്ട് ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഈ പോക്ക് ഉണ്ടാവും ഞാൻ ഓർത്തല്ല, ബട്ട് സ്റ്റിൽ പോകേണ്ടി വന്നു. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ. അയ്യോ, പാലക്കാട് എത്തിയിട്ട് കളിക്കാം. പാലക്കാട് എത്തി. ബൈ ഗൈസ്, ഇച്ചിരി തിരക്കാണ്. എന്താ? അപ്പൊ നമ്മള് കോയമ്പത്തൂർ എത്താറായി. ഇനി ഒരു 32 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 30 മിനിറ്റ് കാണിക്കണേ. ഉറക്കം കുഴപ്പമില്ല, പക്ഷെ സമയം 3 മണിയാവാറായി. അല്ല 3 മണിയാവാറാവുന്നു. അപ്പത്തേക്കും ഇനി ചെന്നിട്ടൊരൊറ്റ ഉറക്കം ഉറങ്ങണം എന്നൊക്കെ. ഉറക്കിയാലെന്നൊക്കെ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയില്ല ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി, അല്ലാണ്ട് വേറെ ഒരിടത്തും ഇറങ്ങിയില്ല. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് വലിയ ഞങ്ങൾ അന്ന് ഇവിടെ കയറി, ആ റെസ്റ്റോറൻറ്റിൽ. ഓക്കെ, അപ്പം ഇനിയുണ്ട് നമുക്ക് കുറച്ചും കൂടെ പോവാൻ. അപ്പം ഇനിയിപ്പോൾ വേറൊന്നും കാണിക്കാനൊന്നുമില്ല. ഫുൾ പൊക്കോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നാളെ രാവിലെ
രാവിലെ പുതിയ നല്ലൊരു കണ്ടന്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമോ ഇല്ലയോ എന്ന് പോസിബിലിറ്റി വളരെ കുറവാണ്. അല്ലെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ബാക്ക് ടു കൊച്ചി. അതെ, വീട്ടിലല്ല, ബാക്ക് ടു കൊച്ചി. അടുത്ത ടോളോ, ഇതെന്ത് തേങ്ങയാണിത്. ഞാൻ ടോള് കൊടുത്ത് മുടിയും നടന്നു പോയാലോന്ന് ആലോചിക്കുക. ബൈ ഗൈസ്, ഞാൻ പോയി ടോൾ എടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു തീർത്തില്ലായിരുന്നല്ലേ, ഞങ്ങൾ ഇനി തിങ്കളാഴ്ച തിരിച്ച് എറണാകുളത്തിന് പോയി കഴിഞ്ഞായിരിക്കും എന്തെങ്കിലും കണ്ടന്റുകൾ കാണുള്ളൂ. നാളെ ഇവിടെ കണ്ടന്റ് ഉണ്ട്, പക്ഷേ അത് വ്ളോഗ് ഇടാൻ താല്പര്യമില്ല. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഇട്ട് ഞങ്ങൾക്കതൊരു കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല. സീക്രട്ടായിട്ടിരിക്കട്ടെ. അപ്പം എപ്പോഴെങ്കിലും നമുക്ക് റിവീൽ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം ഇന്ന് വൈകിട്ടൊന്ന് ചെന്ന് കിടന്ന് ഉറങ്ങാനാണ് എൻ്റെ ലക്ഷ്യം. ഇനിയുണ്ട് ഒരു 28 കിലോമീറ്റർ. അപ്പം ബൈ ഗൈസ്, നിങ്ങളും കിടന്നു. ഗുഡ് നൈറ്റ്. നമ്മൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓൺലി 8 കിലോമീറ്റേഴ്സ്. ഓക്കെ, ലൈക്ക് ഫോർ ലൈക്ക് ബൈസ്. നാളെ ഓക്കെ. അപ്പം നമ്മള് ഒന്നും പറയല്ല, നിർത്തിക്കോ. നാളെ അടിപൊളി സാധനമായിട്ട് നിങ്ങൾ നാളെ വരാം. കുറെ നേരം ഔട്ട്ഡോർ പറയണു, പക്ഷെ ഒരു ഔട്ട്ഡോർ കൂടെ വരും എന്നാണ് എനിക്ക് തോന്നണേ. അതായിരിക്കും. നമുക്ക് എന്തായാലും ഇനി കുറച്ചു നേരം അവിടെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടാണ് കഴിച്ചത്. ഹൈ ഗൈസ്, നമ്മൾ റൂമിലെത്താൻ പോവുകയാണ്. അയ്യോ, എന്താ പറഞ്ഞ? ഹോട്ടലിന്റെ പേര് വായിച്ച ഹോട്ടൽ രാജലക്ഷ്മി എന്നൊക്കെ. രാജലക്ഷ്മി. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ റൂമിലേക്ക് പോകണം ഗൈസ്. കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂം നമ്പർ 219. വരുന്നുണ്ടായിരുന്നു, വിളിച്ച് കയറ്റുന്നൊക്കെ. ഓക്കെ, ഇതേ എല്ലാത്തിനും പിടിച്ചേക്കടാ. അവിടെ സാധനം പോണില്ല. അതൊക്കെ മണ്ടത്തെ വീടാണല്ലോ. തുറക്കണേ. ഈ കാടിനകത്ത് അതിന്റെ കവർ വരെ കളിക്കുന്നു. കറണ്ട് വന്നു. പിന്നെ നീ പണ്ട് കുറെ ചെയ്തു. ഹൈ ഗൈസ്, ഐ ആം ബാക്ക്. അയ്യോ, അണ്ണാ റൂമിലെത്തിയിരിക്കുന്നു. ഐഫോൺ ഹോം സ്റ്റേ എത്ര പോരാ. ചായ കുടിക്കാം. ഇതാരാ ഇതെന്നായിട്ടോ കുപ്പി മാത്രം ഉള്ളതൊക്കെ. ചായ അല്ല, വെള്ളം. അതൊന്നും പൊളിക്കല്ലേ. ഞാൻ ഇതെങ്ങടാൻ പോകും. അതെ, ഡ്രസ്സ് എന്നൊക്കെ ബാത്റൂം എക്സ്പ്ലോറിങ്. ഫോണൊക്കെ ഉണ്ടോ ഇവിടെ ഇരുന്നും? ഫോൺ ഇതെന്തിനാ? ഇവിടുത്തെ വെള്ളം കുടിക്കാനോ? മറ്റേ മദ്യം കുടിക്കില്ല ചെറിയ. ഇവിടെ ഇരുന്നാ ഇതെന്താ പറയ? ഇത് കേൾക്കുക. ഞാൻ ഉറങ്ങിട്ട് വന്നേ. ഇതെന്താ ഈ സാധനം നിക്കണേ? ഇതെങ്ങനെ നിർത്തണേ? ഈ ടിവിയുടെ ഒക്കെ സ്വിച്ച് എവിടെയാ? കണ്ടുപിടിച്ചു. ഓക്കെ ഡൺ. ബൈ ഗൈസ്, കിടന്നുറങ്ങട്ടെ. ബൈ. ഇനി ശരിക്കും നടക്കണം. കുറേ ഔട്ട്ഡോർ ആയില്ലേ, ഇനി ശരിക്കുള്ള ഔട്ട്ഡോർ. ബൈ. ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് ഇങ്ങോട്ട് കാണിച്ചു തരാം.
ഫ്രിഡ്ജിലൊന്നുമില്ല ഗൈസ്, ഞങ്ങൾ ചെമ്മിപ്പോയി. ബൈ ബൈ. ഞാനിവിടെ ഇരുന്നിട്ട് ഈ ഫോണൊക്കെ എടുത്തിട്ട് എല്ലാവരും ഒന്ന് വിളിക്കട്ടെ. എന്തിനാ ഈ പേനയും പെൻസിലൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം എക്സാം എഴുതണം. അപ്പം ബൈ ഗൈസ്. ഞാൻ പോയി ഉറങ്ങി നാളെ വരാം. ഒരുത്തനതിനകത്ത് എന്തൊക്കെയോ ഇവിടെ കാർട്ടൂണുണ്ട്, ഇത് ബുക്ക് പറ്റുന്നുണ്ട്. ഓ ഷിറ്റ്, ബ്ലറാണ് ഗൈസ്, അല്ല ഇപ്പം എന്തെങ്കിലും കാണിച്ചു തരായിരുന്നു. ബൈ ബൈ. ഇനി ശരിക്കും ബൈ ബൈ. എടോ നിർത്തറ, ഇവൻ ഇവിടെ വന്നിട്ട് ടി വിയിൽ ഏതൊക്കെ ചാനലുണ്ടെന്നും അതൊക്കെയാ പുള്ളിയുടെ. ഇവന് ഇന്ന ചെയ്യണം. ഞാൻ ഇച്ചിരി ഫാൻ എ സിയുടെ തണുപ്പ് വെച്ച് പറയട്ടെ. 20 18 തണുത്ത് മരിക്കാന്നൊക്കെ ഞാൻ ഒന്ന് അല്ല, എനിക്ക് അറിയാൻ മേടിച്ചിട്ട് ചോദിക്കുക. വയ്യേ എനിക്കൊന്ന് ഞാൻ ഉറങ്ങാൻ പോണേ. ഈ ശല്യത്തിനെ കൊണ്ടൊക്കെ വന്ന ഇതാണ് പ്രശ്നം. ബോധമില്ല, വിവരമില്ല. താഴെ കിടന്ന് ലിഫ്റ്റേ കിടന്ന് എന്തൊക്കെയാ കാണിച്ചെന്നറിയോ? ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഒക്കെ ബൈ ബൈ. ശരിക്കും ബൈ. ഗുഡ് നൈറ്റ് ഗൈസ്. ഇപ്പൊ 4 മണിയാവാറായി. ഇനി ഉറങ്ങിയിട്ട് ഇനി ഇതെന്നാ നിന്റെ വീട്ടിൽ വീട്ടിൽ ലാഭം